ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ വീഡിയോ 126 താഹ സൂറത്തിൽ നിന്നുള്ള 130-ാമത്തെ ആയത്ത് മുതൽക്ക് എടുക്കുന്നു. 35 ആയത്തുകൾ കൊണ്ട് താഹ സൂറത്ത് അവസാനിക്കും. ഇത് ഒന്നോ രണ്ടോ വീഡിയോയിലായിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ വേറെ ഒരു സൂറത്തും എടുക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും വേണം എന്ന് ആദ്യമായി ഉണർത്തുന്നു. 130-ാമത്തെ ആയത്താണ് ഇന്ന് എടുക്കുന്നത്, അതിനെ തുടർന്നുള്ള ആയത്തുകളും. ഈ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫ അൻ-നഹാർ ലഅല്ലക തർദാ. ഫസ്ബിർ, നബി ക്ഷമിക്കൂ. അലാ മാ യഖൂലൂന, അവർ പറയുന്നതിൻ്റെ മേൽ നബി ക്ഷമിക്കണം. എന്താ അവർ പറയുന്നത്? അവർ നബിയെ പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. പലവിധ പേരുകൾ അവർ അതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ പറയും മജ്നൂനാണെന്ന്, ഭ്രാന്തനാണെന്ന്. മറ്റു ചിലപ്പോൾ പറയും കവിയാണെന്ന്. നബിയുടെ ഖുർആൻ പാരായണം കേട്ടാൽ അവർക്ക് തോന്നുന്നത് കവിത പോലെ. നബി കവിയൊന്നുമല്ല, കവിത നബിക്ക് ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ കവിത നബി ഒന്നും കവിത പറയുകയോ അത് ചെല്ലുകയോ എന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവർക്ക് തോന്നും കവിതയാണെന്ന്, എന്നിട്ട് കവിയാണെന്ന് പറയും. പിന്നെ കാരണം കവികളെ സംബന്ധിച്ച് അവർക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഈ അറബി ഗോത്രങ്ങളൊക്കെ കവിമാരെ നിലനിർത്തിയിരുന്നു, ശമ്പളം കൊടുത്തിട്ട് നിർത്തിയിരുന്നു. ഓരോ തറവാട്ടിലും ഒരു കവിയെങ്കിലും ഉണ്ടാവും. കവി ആളുകൾ തറവാട്ടുകാരെ ആക്ഷേപിച്ചാൽ നമ്മൾ നമ്മളൊക്കെ ആണെങ്കിൽ നേർക്ക് നേരെ പ്രതികരിക്കുക. ഇത് കവിനെ വെച്ചിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എതിര് പറയുന്നത് ഈ കവിയിലൂടെയാവും. കവിയിലൂടെ പറഞ്ഞ് അത് കാലാകാലം നിലനിൽക്കുന്ന കവിതകളൊക്കെ ഉണ്ട്. ഇപ്പം അന്ന് പാടി പുകഴ്ത്തിയ കവിതകൾ. അപ്പം ഈ തറവാട് മഹിമയും ഗോത്ര മഹിമയും ഇതൊക്കെ എടുത്തുദ്ധരിക്കലാണ് കവിയുടെ ജോലി. കവി എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഒരു കവി ഒരു തറവാടിൽ ഒരു കവി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വലിയൊരു കാര്യമായിട്ടാണ് അറബികൾ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് കവിയാണ്. ഇതിൽ ആക്ഷേപിക്കലും ഉണ്ട്, പുകഴ്ത്തലും ഉണ്ട്, ഒക്കെ ഉണ്ടാവും കവിക്ക്. ഒരു ഗോത്രത്തെ ഒരാൾ ആക്ഷേപിക്കുകയാണെങ്കിൽ അതിന് മറുപടി കൊടുക്കുന്നത് കവിമാരിലൂടെയാവും. ഈ നിലക്ക് എഴുതിയ കവിതകൾ 7 സുബൈൽ മുഅല്ലഖ എന്ന് പറഞ്ഞിട്ട്, ഇംറുൽ ഖൈസ്, തറഫത്ത് ബിൻ അൽ-അബ്ദ്, സുഹൈർ ബിൻ അബി സൽമ, ഇങ്ങനെ ഹാരിസ് എന്ന് പറയുന്ന 6-7 കവികളുണ്ട്. അവരുടെ കവിതാ ശകലങ്ങളും വളരെ പ്രസിദ്ധിയുള്ളതാണ്. 1500 കൊല്ലം മുമ്പ് എഴുതിയുണ്ടാക്കിയ കവിത, അത് മത്സര രംഗത്ത് അവ വിജയിച്ച കവിതകളാണ് ഈ 7 കവിതകൾ. അപ്പോൾ കവിയാണെന്ന് പറയുന്നതിൻ്റെ അസൽ ഇതാണ്. കവി എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനമുള്ള ആളാണ്. അപ്പോൾ റസൂൽ ഒരു കവിയാണ് എന്ന് പറഞ്ഞിട്ട് റസൂലിനെ നിഷേധിക്കുകയാണ്, പുച്ഛിക്കുകയാണ്. പിന്നെ ചിലപ്പോൾ ഭ്രാന്തനാണെന്ന് പറയും, മജ്നൂനാണെന്ന് പറയും. മറ്റു ചിലപ്പോൾ പറയും സാഹിറാണെന്ന്. സാഹിർ എന്ന് പറഞ്ഞാൽ ജാലവിദ്യക്കാരൻ. ഇങ്ങനെയെല്ലാം പറയുന്നതിൽ റസൂൽ ക്ഷമിക്കണം എന്നാണ് റസൂലിനോട് അള്ളാഹു പറയുന്നത്. അള്ളാഹു റസൂലിനെ സമാധാനിപ്പിക്കുകയാണ് ഈ ആയത്തുണ്ട്. ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ്. ഇനി നമസ്കാരത്തെ പറ്റിയാണ് പറയുന്നത്. വസബ്ബിഹ്, പരിശുദ്ധി വാഴ്ത്തണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധി നബി വാഴ്ത്തുക. ബിഹംദി റബ്ബിക, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടുകൂടി. ഖബ്ല തുലൂഇ ശംസി, വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ അത് നമസ്കാരത്തെ പറ്റിയാണ്. ഖബ്ല തുലൂഇ ശംസി, സൂര്യോദയത്തിന് മുമ്പ്. സൂര്യോദയത്തിന്റെ മുമ്പുള്ള നമസ്കാരം ഏതാ? സുബഹി നമസ്കാരം. അപ്പോൾ സുബഹി നമസ്കരിക്കണം എന്നുള്ള ആശയാണ് ഇതിലുള്ളത്. വഖബ്ല ഗുറൂബിഹ, ആ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും
അപ്പോൾ ഏത് നമസ്കാരമാണ്? അത് സ്വലാത്തുൽ അസ്റാണ്. സൂര്യാസ്തമനത്തിന് മുമ്പുള്ള നമസ്കാരം അസ്ർ നമസ്കാരം. ഒമി നാനായില്ലൈലി, രാത്രിയുടെ യാമങ്ങളിലും അത് നമസ്കാരം ഇശ നമസ്കാരമാണ്, ആ സമയത്തുള്ള നമസ്കാരം. അത്രാഫൻ നഹാരി, പകലിന്റെ ഭാഗങ്ങളിലും നിസ്കരിക്കണം. അത് ഏതാ നമസ്കാരം? പകലിന്റെ ഭാഗങ്ങളിൽ ആദ്യത്തെ പകലിൽ ളുഹർ നമസ്കാരമാണ്. പകലിന്റെ ആദ്യ ഭാഗത്ത് ളുഹർ നമസ്കാരമാണ്. പിന്നെ പകലിന്റെ അവസാനം മഗ്‌രിബ് നമസ്കാരവുമാണ്. ഇപ്പോൾ 5 നമസ്കാരങ്ങൾ ആയി. 5 നമസ്കാരങ്ങളും ഫർള് ഐനായ നമസ്കാരമാണ്, നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഓരോ വ്യക്തികളും. ഇതാണ് ഫർള് ഐൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഓരോ നമസ്കാരങ്ങളുണ്ട്. പിന്നെ റവാത്തിബ്, സുന്നത്ത് നമസ്കാരങ്ങൾ പലതും ഉണ്ട്. വിത്ർ നമസ്കാരം, അതൊക്കെ രാത്രി ചെയ്യുന്ന നമസ്കാരങ്ങളാണ്. അപ്പോ ഈ പറഞ്ഞ ആയത്തിൽ ഫസ്ബിറാലമായ ഖുലൂന എന്ന് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ 5 നമസ്കാരങ്ങളും കൃത്യമായി നിർവഹിക്കാനാണ് അള്ളാഹു നബിയോടും നബീന്റെ ഉമ്മത്തുകൾക്കും ബാധകമായ ഈ കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത്. ഇതാണ് മുഫസ്സിറുകളുടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞ തഫ്സീർ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതാണ്. അപ്പോൾ 5 ആയത്തിനും 5 നമസ്കാരത്തിനും ഈ ആയത്ത് നമുക്ക് ദലീലാക്കാം. 5 നമസ്കാരത്തിനും വസ്ബിർ അലാ മാ യഖൂലൂന സബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാർ എന്നുള്ള ഈ കാര്യങ്ങളെല്ലാം 5 നമസ്കാരത്തിനുള്ള തെളിവാണ്. ലഅല്ലക തർല, ഇങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ നിനക്ക് സംതൃപ്തി ലഭ്യമായേക്കാം എന്ന് പറഞ്ഞാൽ ഈ നമസ്കാരവും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സംതൃപ്തി ലഭ്യമായേക്കാം എന്ന് റസൂലിനോട് പറയാം. അത് സംശയത്തോടു കൂടെയുള്ള ഒരു പറച്ചിലാണല്ലോ, ലഭ്യമായേക്കാം എന്നുള്ളത്. ഖുർആനിൽ ഇങ്ങനെ ലാല്ലയുടെ അർത്ഥമാണ് അപ്പൊ ഈ പറഞ്ഞത്. ലാല്ല ഖുർആനിൽ പറയുന്ന ലാല്ലക്ക് ഒന്നും അങ്ങനെ സംശയമല്ല, ഉറപ്പാണ്. സംതൃപ്തി ലഭ്യമാവുക തന്നെ ചെയ്യും എന്നാണ് അതിന്റെ മീനിങ്. അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ലാല്ലക്ക തറുള്ള, നീ സംതൃപ്തനാകാൻ വേണ്ടി എന്നും അർത്ഥം പറയാം. എങ്ങനെ പറഞ്ഞാലും ഇത് ഉറപ്പായ കാര്യമാണ്. ഇതെല്ലാം കൃത്യമായി നമസ്കാരം നിലനിർത്തി പോരുന്ന ആൾക്ക് സംതൃപ്തി ലഭ്യമാകും എന്ന് തന്നെയാണ് ഇതിന്റെ മീനിങ്. 31-ാമത്തെ ആയത്ത് വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മതഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ബിഹി വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. വലാ തമുദ്ദന്ന ഐനൈക എന്ന് പറഞ്ഞാൽ നോക്കണ്ട എന്നർത്ഥം. റസൂൽ നോക്കണ്ട. എവിടേക്ക്? ഇലാ മാ മതഅനാ ബിഹി, ഇലാമ ഒന്നിലേക്ക്, മത്തായന നമ്മൾ സുഖസൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ബിഹി ആ ഒന്നുകൊണ്ട്. അപ്പൊ സുഖസൗകര്യങ്ങൾ അള്ളാഹു ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ കുറച്ച് പണം ഉണ്ടായി. ആ പണം കൊണ്ട് മനുഷ്യനിങ്ങനെ സുഖിച്ച് ജീവിക്കുക. മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുഫാറുകളാണ്, അവിശ്വാസികൾ. അസുവാദം നിന്നുമായി കുഫാറുകളിൽ നിന്ന് ചില വിഭാഗങ്ങൾക്ക് അള്ളാഹു സുഖസൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ സുഖിച്ച് ജീവിക്കുക. ആ സഹ്റത്തൽ ഹയാത്തി ദുന്യ, ഈ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമായിട്ട് അള്ളാഹു അവർക്ക് സുഖസൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ സുഖസൗകര്യങ്ങളിലേക്ക് നബി നോക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ലാ തമുദ്ദന്ന എന്ന് പറഞ്ഞാൽ നീട്ടരുത്, തീർച്ചയായും നിങ്ങൾ നീട്ടേണ്ട. അയനയിക്കാൻ നിങ്ങളെ 2 കണ്ണുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 2 കണ്ണുകൊണ്ടുള്ള ദൃഷ്ടി നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് ഇവിടുത്തെ അർത്ഥം. മൊത്തത്തിൽ ആ തന്നൂർ നോക്കേണ്ടതില്ല എന്നർത്ഥം. ഇത് നമ്മൾ ചെയ്യുന്നത് ഈ സുഖസൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അള്ളാഹ് റഹ്മാനും റഹീമുമാണല്ലോ. ദുന്യാവിൽ വെച്ച് വഴിപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ. ഇതെല്ലാവർക്കും അള്ളാഹു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിന് ഏറ്റക്കുറച്ചിലുണ്ടാവുമെന്ന് മാത്രം. ചിലർക്ക് വലിയ പണം, കണ്ടമാനം പണം ഉണ്ടാവും. ചിലർക്ക് ആവശ്യത്തിന് ചെയ്യാത്ത രീതിയിലായിരിക്കും. ചിലത് ദരിദ്രന്മാരാവും. ഇത് മുസ്ലിമായാലും കാഫിറായാലും എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്തു കൊടുത്തില്ല, എല്ലാവരും പണക്കാരായി നോക്കുക. അങ്ങനെ പണക്കാരാവുമ്പോൾ ഈ ലോകം നിലനിൽക്കില്ല. എല്ലാവരും പണക്കാരായാൽ ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങളും നടക്കില്ല.
അപ്പോ തൊഴിലാളികൾ ഇവിടെ ഉണ്ടാവില്ല. തൊഴിലാളികളില്ലാത്ത കാലത്തോളം ജീവിതം നിലനിൽക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തുന്നത് എത്രയോ തൊഴിലാളികൾ തൊഴിൽ ചെയ്തിട്ടാണ്. അപ്പോ തൊഴിൽ ചെയ്യാൻ ഇവിടെ ആളുണ്ടാവണമെങ്കിൽ എല്ലാവരും പണക്കാരായാൽ ആരും തൊഴിലെടുക്കാൻ പോകില്ലല്ലോ. അപ്പോ ഇത് അള്ളാഹുവിന്റെ വലിയ ഹിക്മത്താണ്. ഈ ദുന്യാവ് നിലനിർത്തി പോരുന്നത് തൊഴിലാളിയും പണക്കാരും എല്ലാവരും കൂടിയ ഒരു സമൂഹമാണ് ദുന്യാവിൽ എക്കാലത്തും ജീവിച്ചു വരുന്നത്. അപ്പോ കുറെ ആളുകള്, അതും തൗഹീദില്ലാത്ത ആളുകൾ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് ഇവിടെ സമ്പത്ത് കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് അവര് സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ട് നബി അതിലേക്ക് ശ്രദ്ധിക്കണ്ട എന്നാ പറഞ്ഞത്. അവർക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളല്ലോ നഫ്തിനഹുംബി. അവർക്ക് അവരുടെ പരീക്ഷണാർത്ഥമാണ്. അങ്ങനെ അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണം ഏതുവരെ നിലനിൽക്കും? അവരുടെ മരണം വരെ ഉണ്ടാവും ആ പരീക്ഷണം അവർക്ക്. അല്ലെങ്കിൽ അവരുടെ സമ്പത്താണെങ്കിൽ ആ സമ്പത്ത് അവസാനിക്കുന്നത് വരെ. അപ്പോ സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും, സമ്പത്തില്ലാതെ പരീക്ഷിക്കും. മുഅ്മിനീങ്ങളെ സമ്പത്ത് ഇല്ലാതെ പരീക്ഷിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്കും ഈ പരീക്ഷണമുണ്ട്. സമ്പത്ത് ഉണ്ടെങ്കിൽ ആ സമ്പത്തോടു കൂടി പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പരീക്ഷണാർത്ഥമാണ്. വരിസുഖു റബ്ബിക്ക, അള്ളാഹു തരുന്ന പ്രതിഫലം അത് റിസുഖിലൂടെ ആവാം, ഉപജീവനത്തിലൂടെ ആവാം പ്രതിഫലം തരുന്നത്, അല്ലാത്ത നിലക്കും ആവാം അള്ളാഹുവിന്റെ പ്രതിഫലം എന്നാണ് ഇവിടെ തഫ്സീർ എടുത്തിട്ടുള്ളത്. വരിസുഖു റബ്ബിക്ക, അള്ളാഹുവിന്റെ ഉപജീവനം എന്നല്ല, ഉപജീവനം ഉൾപ്പെട്ട എല്ലാവിധ പ്രതിഫലവും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം. ഖൈറുൻ, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള വബഖ എന്നും നിലനിൽക്കുന്നതുമാണത് എന്നാണ് ഈ ആയത്തിലൂടെ പറഞ്ഞത്. ലാ തന്നുർ, അതിന്റെ തഫ്സീർ ലാ തന്നുർ ഇലാ മാ മത്തഅനാ ബിഹി, നാം സുഖസൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അത് അനുഭവിച്ച് അവർ ജീവിക്കുന്നു. ആര്? അസ്നാഫൻ മിനൽ കുഫാരി, കുഫാറുകളിൽ നിന്ന്, അവിശ്വാസികളിൽ നിന്ന് ചില വിഭാഗം ആളുകൾ. ആ സുഖസൗകര്യങ്ങളിലേക്ക് നബി നോക്കേണ്ടതില്ല. ദുന്യാവിന്റെ ഐഹിക ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അവർക്ക് ചെയ്തു കൊടുത്ത ചില സുഖസൗകര്യങ്ങൾ അതിലേക്ക് നോക്കണ്ട. വസീനത്തുൽ ഹയാത്തി ദുന്യവിയായ ജീവിതത്തിന്റെ, ഐഹിക ജീവിതത്തിന്റെ ആഡംബരങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടി? നബത്തലീഹിം, അവരെ നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ബിഹാദിഹിൻ നായിമി, ഈ നിയമത്തുകളെ കൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടിയില്ല ഇത്. അപ്പോ ഇവിടെ കിട്ടിയ ഈ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടോ, അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ അതിനേക്കാൾ എത്രയോ ഉത്തമമായതാണ് സവാബുല്ലാഹി, അള്ളാഹുവിന്റെ സവാബ്. ഖൈറുൻ, അതാണ് ഉത്തമമായത്. മിൻഹാദിൻ നായിമിൽ ഫാനി, ഈ നശ്വരമായ ഈ അനുഗ്രഹത്തെക്കാൾ ഏറ്റവും നല്ലത് അള്ളാഹു തരുന്ന നിഅമത്തുകളാണ്. അൽ ഖിതാബു ലിർറസൂലി വൽ മുറാദു ബിഹി ഉമ്മത്തുഹു, ഇവിടെ അഭിമുഖം ചെയ്യുന്നത് റസൂലിനോടാണെങ്കിലും റസൂലിന്റെ സമുദായം എല്ലാം ഇതിൽ ഭാഗവക്കാണ്. റസൂലിന്റെ സമുദായത്താണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നർത്ഥം. 132-ാമത്തെ ആയത്ത് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. വഅ്മുർ അഹ്ലക, നിന്റെ അഹ്ലിനോട് നിങ്ങൾ കൽപ്പിക്കണം. റസൂലിനോട് പറയാം, വഅ്മുർ, നിങ്ങൾ കൽപ്പിക്കുക, അഹ്ലക, നിങ്ങളുടെ അഹ്ലിനോട്. അഹ്ല് എന്ന് പറഞ്ഞാൽ കുടുംബത്തോട് നിങ്ങൾ കൽപ്പിക്കുക, ബിസ്വലാത്ത്, നമസ്കാരം കൊണ്ട്. അഹ്ലക്ക എന്ന് പറഞ്ഞാൽ, അഹ്ല് എന്ന് പറഞ്ഞാൽ കുടുംബം, ക എന്ന് പറഞ്ഞാൽ നിന്റെ എന്നർത്ഥം. അഹ്ലക്ക എന്ന് പറഞ്ഞിട്ട് ഒരു വർബുണ്ട്, ഫിയല്. അഹ്ലക്ക യുഹ്ലിക്കു ഇഹ്ലാക്കൻ ഫഹുവ മുഹ്ലിക്കുൻ, ഉഹ്ലിക്ക യുഹ്ലക്കു ഇഹ്ലാക്കൻ ഫഹുവ മുഹ്ലക്കുൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ സർഫ് ഇതാണ്. അഹ്ലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു എന്നാണ്. അഹ്ലക്ക, നശിപ്പിച്ചു.
അത് ഫെയിലായിട്ട് വരുമ്പോൾ അഹിലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു എന്നാണ്. അഹില് പ്ലസ് ക, അഹില് പ്ലസ് ക രണ്ട് വാക്കാ. അഹിലക്ക ആദ്യം പറഞ്ഞ ഫെയിലാവുമ്പോൾ ഒറ്റ വാക്കാണ്, അഹിലക്ക ഒരു വാക്കാണ്, നശിപ്പിച്ചു എന്ന്. അപ്പൊ അഹിലക്ക എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബം. നിന്റെ കുടുംബം എന്ന് പറയുന്നത് രണ്ട് വാക്കാണ്, അഹില് ക. അപ്പൊ നിന്റെ കുടുംബത്തോട്, ഇവിടെ നിന്റെ കുടുംബത്തോട് എന്നുള്ള അർത്ഥമാണ്, നശിപ്പിച്ചു എന്ന അർത്ഥമല്ല. വഅ്മുർ നീ കൽപ്പിക്കണം, അഹിലക്ക നിന്റെ കുടുംബത്തോട്, ബിസ്സലാത്തി നമസ്കരിക്കുവാൻ, നമസ്കാരം കൃത്യമായിട്ട് നമസ്കരിക്കുക. വസ്തബിർ അലൈഹ ഈ നമസ്കാരത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. ഇഖാമത്തുസ്സലാ എന്നാണല്ലോ പറയല്. അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂത്തൂന സക്കാത്ത എന്ന് പറയുന്ന ആയത്തുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമസ്കാരം നിലനിർത്തലാണ്, നിർവഹിക്കുക എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. കൃത്യമായി നമസ്കരിക്കുക, കൃത്യമായി നിലനിർത്തി പോരുക എന്ന്, സമയം തെറ്റാതെ കൃത്യമായി നമസ്കരിക്കുക. വസ്തബിർ അലിഹ നമസ്കാരത്തിന്റെ മേൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഇങ്ങനെ രണ്ട് കാര്യം പറഞ്ഞാൽ, ലാ നസ്അലുക നമ്മൾ ആവശ്യപ്പെടുന്നില്ല, നിന്നോട് ആവശ്യപ്പെടുന്നില്ല, ചോദിക്കുന്നില്ല എന്നൊക്കെ പറയാം. ഉപജീവനം, ഉപജീവനം നിന്നോട്, അവർക്ക് ഉപജീവനം നൽകാൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അവർക്കും നിനക്കും ഉപജീവനം നൽകുന്നത് ആരാ? നമ്മളാണ്. നഹ്നു നർസുഖുക, അഹ്ലിനും നിനക്കും ഉപജീവനം നൽകുന്നത് നമ്മളാണ് എന്ന് പറഞ്ഞാൽ അള്ളയാണെന്ന്. വല്ലാഖിബത്തു ലിത്തഖ്വാ, ഒരു പര്യവസാനം, ഓരോരുത്തരുടെയും പര്യവസാനം ലിത്തഖ്വ തഖ്വയിലൂടെയാണ്. തഖ്വയിലൂടെയാണ് എന്ത് പര്യവസാനം തീരുമാനിക്കപ്പെടുന്നത്. ഹുസ്നുൽ ആഖിബത്ത്, പര്യവസാനം നന്നാവുക. സൂഉൽ ആഖിബത്തിന് ഉണ്ട് പര്യവസാനം മോശമാവുക എന്ന് പറഞ്ഞാൽ അവസാനം എന്ത് സംഭവിക്കുന്നു അതിലേക്കാണ് നോട്ടം. പര്യവസാനം നല്ലതായിട്ട് വന്നാൽ അവൻ വിജയിച്ചു. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. ഈ പര്യവസാനം നന്നാവുക എന്ന് പറഞ്ഞാൽ അവർ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ആ വിജയം സ്വർഗമാണ്, സ്വർഗം ലഭിക്കുകയാണ്. പര്യവസാനം മോശമായാലോ അതിൻ്റെ ഓപ്പോസിറ്റ് നരകം, ആ നരകമാണ്. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും സ്വർഗം തരികയും ചെയ്യട്ടെ, ആമീൻ. അപ്പോ ആഖിബത്തു ലിത്തഖ്വ, തഖ്വയിലൂടെയാണ് പര്യവസാനം, നല്ലതായ പര്യവസാനം നിലകൊള്ളുന്നത്. ആ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മതയിലാണ് എന്നാണ്. അതിൻ്റെ മീനിങ് പരിപൂർണമായിട്ടില്ല. അത് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറഞ്ഞില്ല, തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. തഖ്വ എന്ന് പറഞ്ഞാൽ തഖ്വയുടെ ഡെഫിനിഷൻ തന്നെ പറയണം. തഖ്വ എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ, നിർവചനം എന്താ? ഇംതിസാൽ അവാമിരില്ലാഹി വജ്തിനാബ് നവാഹി, അള്ളാഹുവിൻ്റെ ആജ്ഞകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക, അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് ഒഴിവായിക്കൊണ്ടും ജീവിക്കുക. ഇതാണ് തഖ്വ. ഈ തഖ്വയിലൂടെയാണ് പര്യവസാനം തീരുമാനിക്കപ്പെടുന്നത് എന്നർത്ഥം. അപ്പോൾ തഖ്വയുള്ള മനുഷ്യനാണെങ്കിൽ അവന് ഹുസ്നുൽ ആഖിബത്ത് ഉണ്ടാവും. തഖ്വ ഇല്ലാത്തവനാണെങ്കിൽ സൂഉൽ ഖാത്തിമയാണ്, സൂഉൽ ആഖിബത്താണ്. അത് അള്ളാഹു അതിൽ നിന്നെല്ലാം രക്ഷിച്ച് നമ്മളുടെ ഹുസ്നുൽ ആഖിബത്തുള്ള ആളുകളിൽ പെടുത്തുകയും ചെയ്യട്ടെ, ആമീൻ. അപ്പോൾ ആഖിബത്ത് നന്നാവാൻ വേണ്ടിയാണ് അഹ്സൻ ആഖിബത്തന ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ പര്യവസാനം നന്നാക്കണമേ എന്ന് നമസ്കാര ശേഷം ഇമാമ് ദ്വാരക്കണം നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒറ്റക്ക് ദ്വാരക്കുകയാണെങ്കിലും മലയാളത്തിൽ ദ്വാരന്നാലും മതി. പിന്നെ ഇമാമ് ദ്വാരക്കുമ്പോൾ അഹ്സൻ ആഖിബത്തന ഫിൽ ഉമൂരി കുല്ലിഹ വാജിർനാ മിൻ ഖിസി ദുനിയ വഅദാബിൽ ആഖിറ എന്നുള്ള ആ വാചകം നമ്മൾ സാധാരണ പറയുന്നതാണ് നമ്മളുടെ നമസ്കാര ശേഷമുള്ള ദുആയിൽ. അപ്പോൾ ആഖിബത്ത് നന്നാവുക, പര്യവസാനം നന്നാവുക, ഇത് വളരെ അതിപ്രധാനമാണ്. അതിന് സൂക്ഷിക്കുക. അതിന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് തഖ്വയിലൂടെയാണ്. തഖ്വയുള്ള മനുഷ്യന് അതാണ്. അപ്പോൾ തഖ്വയുള്ള ആളുകളെ സംബന്ധിച്ചാണ് അല്ലദീന ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞത്. ശരിയായ മുത്തഖിയാണെങ്കിൽ അവർക്ക് ഒന്നും പേടിക്കേണ്ടതില്ല എന്നർത്ഥം. നരകത്തിൽ വീഴുമെന്നുള്ള പേടിയില്ല, സ്വർഗം ലഭ്യമാകുമെന്നുള്ള സന്തോഷമുണ്ട്.
അപ്പൊ പേടിയുമില്ല, അവർക്കൊരു ദുഃഖം ഉണ്ടാവില്ല എന്നാണ് ഖുർആൻ പറഞ്ഞിട്ട്. അത് ഈ മുത്തക്കിങ്ങളെ സംബന്ധിച്ചാണ്. ഈ മുത്തക്കിയാണോ എന്ന് തീരുമാനിക്കൽ അവസാനത്തെ ആക്കിബത്തിലാണ്. അതാണ് ഇപ്പറഞ്ഞത് 132-ാമത്തെ ആയത്ത്. 133-ൽ 20 മിനിറ്റായി. അപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇതെല്ലാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കിയുള്ള 33, 34, 35 3 ആയത്തുകൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.